മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഫ്രഷ് ട്രിഗറുകൾ ലഭ്യമല്ലാത്തതുകൊണ്ട് മാർക്കറ്റ് കൺസോളിഡേഷൻ ഫേസിലോ അല്ലെങ്കിൽ ഷോർട്ട് ടൈമിൽ ബിയറിഷ് ഫേസിലേക്കോ നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്നു. നിഫ്റ്റിയുടെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഡിസംബർ മാസത്തിലും ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ കഴിഞ്ഞ ദിവസം ഹയർ സൈഡിൽ നിന്നുള്ള പ്രൈസ് റിജക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്ത ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതേസമയം 200 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച്, അതായത് 23,700 എന്ന ലെവലിനെ നിഫ്റ്റി ഇപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നിഫ്റ്റിയിൽ കൺസോൾട്ടേഷൻ ഫേസ് വരാനും സാധ്യതയുണ്ട്. 23,700നും 23,900നും ഇടയിൽ നിഫ്റ്റി കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇനി 23,500 സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. അതേസമയം 23,900 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 23,900 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,000, 24,200 തുടങ്ങിയ സോണുകളും റെസിസ്റ്റൻസായി തന്നെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ 50,600-നും 51,650നും ഇടയിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെ 50,600 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡിലേക്കും 51,650 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്കുമുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യ വിക്സ് 2.5% ഇടിഞ്ഞത് മാർക്കറ്റിൽ ബുൾസിന് അല്ലെങ്കിൽ ബുള്ളിഷ് ട്രെൻഡിന് മുൻതൂക്കം നൽകുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. മാർക്കറ്റ് ഷെയർ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ തുടർച്ചയായി മാർക്കറ്റ് ഷെയർ നഷ്ടമാകുന്നതുകൊണ്ട് ഇടിയാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് SBI കാർഡ് ആൻഡ് പേയ്മെൻറ്റ് സർവീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.5% ഉയർന്ന് 695 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 66,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29.92, 52 വീക്കായി 817, 52 വീക്കിലോ 647. കഴിഞ്ഞ 6 മാസം കൊണ്ട് 5% കറക്റ്റ് ആവുകയും 1 വർഷം കൊണ്ട് 10% കറക്റ്റ് ആവുകയും ചെയ്ത സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം അണ്ടർ പെർഫോം ആണ് ചെയ്യുന്നത്. മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം ഏകദേശം 30%-നടുത്ത് നെഗറ്റീവ് റിട്ടേൺ ആണ് SBI കാർഡ് നൽകിയത്. SBI കാർഡിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന നെഗറ്റീവ് അപ്ഡേറ്റ് കാർഡ് വഴിയുള്ള സ്പെൻഡിംഗ് നവംബർ മാസത്തിൽ 19%-ൽ നിന്നും 14.9%-ലേക്ക് ഇടിഞ്ഞു എന്നുള്ള അപ്ഡേറ്റാണ്. അതായത് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ SBI കാർഡ് ഉപയോഗിച്ചിട്ടുള്ള സ്പെൻഡിങ്ങിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ് തന്നെയാണ് ഏറ്റവും പ്രധാന കൺസേണായി മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 19.6% കാർഡ് വഴിയുള്ള സ്പെൻഡിങ്. ഇപ്പോഴത് 14.9%-ആയി മാറി. കഴിഞ്ഞ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 15.8%-ൽ നിന്നും 14.9%-ലേക്ക് ഇടിയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ മോർഗൻ സ്റ്റാൻലി SBI കാർഡിന് ഈക്വൽ റേറ്റിംഗും 650 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ബിസിനസ് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള ട്രാൻസാക്ഷന് RBI ചില ടഫ് റൂൾസുകൾ ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് SBI കാർഡിൻ്റെ കാർഡ് വഴിയുള്ള സ്പെൻഡിംഗ് ഇടിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്തേക്കാം എന്ന് അനലിസ്റ്റുകൾ പറയുന്നു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും കമ്പനിയുടെ പ്രോഫിറ്റ് 8% വർദ്ധിച്ച് 4,221 കോടിയിൽ നിന്നും 4,556 കോടിയിലേക്ക് കമ്പനിയുടെ റവന്യൂ 8% വർദ്ധിച്ച് 4,221 കോടിയിൽ നിന്നും 4,556 കോടിയിലേക്ക് ഉയർന്നെങ്കിലും പ്രോഫിറ്റ് 33% ഇടിഞ്ഞ് 603 കോടിയിൽ നിന്നും 404 കോടിയിലേക്ക് എത്തുകയായിരുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 650 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. ഈ 650 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ ഇടിഞ്ഞ് 500 എന്ന ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഡിഫൻസ് സെക്ടറിലെ കമ്പനികൾക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ടാണ് എലാറ സെക്യൂരിറ്റീസ് എന്ന ബ്രോക്കേജ് ഏജൻസി പുറത്തുവിട്ടിരിക്കുന്നത്. എലാറ സെക്യൂരിറ്റീസ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ തുടങ്ങിയ കമ്പനികളെ വാങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് സാധാരണഗതിയിൽ ക്വാർട്ടർ 4-ൽ, അതായത് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഒട്ടുമിക്ക ഫിനാൻഷ്യൽ ഇയറിലെയും ക്വാർട്ടർ 4 നമ്മൾ പരിശോധിച്ചാൽ ഡിഫൻസ് സെക്ടറിലെ കമ്പനികൾ ഡീസൻ്റ് പെർഫോമൻസ് നടത്തും. ഈ ക്വാർട്ടർ 4-ലും ഡിഫൻസ് സെക്ടറിലെ കമ്പനികളുടെ പെർഫോമൻസ് ഉയരാൻ സാധ്യതയുണ്ടെന്ന് എലാറ സെക്യൂരിറ്റീസ് പറയുന്നു. കാരണം എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലേക്ക് നീക്കി വച്ചിരിക്കുന്ന ഡിഫൻസ് ക്യാപെക്സ് സ്പെൻഡിങ് ഒട്ടുമിക്ക കമ്പനികളും പ്രതീക്ഷിച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാർച്ച് മാസത്തിൽ ഡിഫൻസ് കമ്പനികൾ കൂടുതൽ ഓർഡറുകൾ നൽകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ പ്രതിഫലിക്കാനും ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ പെർഫോം ചെയ്യാനും സാധ്യതയുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനി അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 30% വരെ റിട്ടേൺ തരാൻ ശേഷിയുണ്ടെന്നും എലാറ സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് എഞ്ചിൻ സപ്ലൈയുമായി ബന്ധപ്പെട്ട് ചില ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ജനറൽ
ഇലക്ട്രിക് എന്ന കമ്പനി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് എഞ്ചിൻ സപ്ലൈ ചെയ്യാത്തതുകൊണ്ട് കമ്പനിയുടെ ഫർദർ പ്രോഗ്രസ്സുകളെല്ലാം പെൻഡിങ്ങിലാണ്. ഈ ഒരു പ്രശ്നം 2025 മാർച്ച് മാസത്തോടുകൂടി ക്ലിയർ ആകുമെന്നും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളിൽ 1.2 ലക്ഷം കോടിയുടെ ഓർഡർ ഇൻഫ്ലോ വരാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ബൈ എന്ന റേറ്റിംഗും 5465 രൂപയുടെ ടാർഗറ്റ് നൽകി 29% അപ്സൈഡിൽ. ഭാരത് ഇലക്ട്രോണിക്സിന് 345 രൂപയുടെ ടാർഗറ്റാണ് LRS സെക്യൂരിറ്റീസ് നൽകിയിരിക്കുന്നത്. ഭാരത് ഡൈനാമിക്സിന് 1300 രൂപയുടെ ടാർഗറ്റും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന് 1660 രൂപയുടെ ടാർഗറ്റും. ഇനി ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഡിഫൻസ് സെക്ടറിലെ പല സ്റ്റോക്കുകളിലും ബിയറിഷ് ട്രെൻഡിൽ നിന്നും ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്നിരുന്നു. പക്ഷേ ട്രെൻഡ് റിവേഴ്സലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും ബിയറിഷ് ടെറിട്ടറിയിലേക്ക് തന്നെ നീങ്ങുകയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 4000 ഒരു പ്രധാന സപ്പോർട്ടാണ്. 4000 എന്ന സപ്പോർട്ടിനടുത്തേക്ക് സ്റ്റോക്ക് നീങ്ങുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. 4000 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഫർദർ സെല്ലിംഗ് പ്രഷർ വരാനും സാധ്യതയുണ്ട്. BEL റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നതായിരുന്നു. 300 എന്ന റേഞ്ചിന് മുകളിൽ BEL എന്ന സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കിനെ പരിഗണിക്കേണ്ടതുള്ളൂ. അതേസമയം സ്റ്റാഗേർഡ് മാനറിൽ അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് 275 ഒരു പ്രധാന ലെവലാണ്. GRSC എന്ന സ്റ്റോക്കിലും സമാനമായ ക്യാൻഡിൽ പാറ്റേൺ തന്നെയാണ് കാണുന്നത്. ബിയറിഷ് ട്രെൻഡിന് അവസാനം നൽകിക്കൊണ്ട് ഒരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് സ്റ്റോക്കിൽ വന്നെങ്കിലും ആ ബ്രേക്കൗട്ടിന് അടുത്ത് സ്റ്റോക്കിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. കഴിഞ്ഞ 3 ആഴ്ചയായി ബിയറിഷ് ക്യാൻഡിലുകൾ തന്നെയാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 1500 ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 1480, 1500 തുടങ്ങിയ റേഞ്ചുകളിൽ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. 1650 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ഫ്രഷ് പൊസിഷനെക്കുറിച്ച് ചിന്തിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്